മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ഉപ്പും മുളകും. പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ സീരിയലിന്റെ മാറ്റം നമുക്ക് വ്യക്തമാകും. ഇന്ന് ഉപ്പും മുളകിന് പഴയ ആരാധകരില്ല, ആരവങ്ങളില്ല. പഴയ പ്രേക്ഷകർക്ക് ആർക്കും ഇപ്പോൾ ഉപ്പും മുളകിനോട് വലിയ താല്പര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബാലുവും നീലുവും മക്കളും അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബം. അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പൊട്ടിത്തെറികളും വഴക്കുകളും കുസൃതികളും പൊട്ടിച്ചിരികളും അങ്ങനെ എല്ലാം നിറഞ്ഞ ഒരു വീട്, അതായിരുന്നു ഉപ്പും മുളക് സീരിയൽ. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ, പ്രായമായവർ വരെ ഏറ്റവും ഇഷ്ടത്തോടെ കണ്ടുകൊണ്ടിരുന്ന ആ സീരിയലിന് എന്ത് പറ്റിയെന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലാകുന്നില്ല. ഉപ്പും മുളകിലെ താരങ്ങൾ മാറുകയാണ് എന്നാണ് പുതിയ റിപ്പോർട്ട് പുറത്തു വരുന്നത്. തുടക്കം മുതൽ തന്നെ ഉപ്പുമുളകിനെ തേടി നിരവധി വിവാദങ്ങൾ എത്തിയിരുന്നു. ഉപ്പുമുളകിൽ നിഷാ സാരംഗിന് നേരിടേണ്ടി വന്ന ഒരു മോശം അവസ്ഥയെ പറ്റിയും ഒരു മോശം കാര്യത്തെപ്പറ്റി താരം തന്നെ പുറത്ത് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ബിജു സോപാനത്തിനും SP ശ്രീകുമാറിനും എതിരെ വന്ന ലൈംഗിക പീഡന ആരോപണ പരാതിയാണ്. ഇതിന്റെ ഇപ്പോഴത്തെ നില നമുക്കറിയില്ല. ഏത് നടിയാണ് പരാതി കൊടുത്തത് എന്നതിനെ പറ്റിയും നമുക്ക് വ്യക്തമല്ല. എന്നാൽ ഉപ്പും മുളകിലെ ഒരു നടി അതിലെ താരങ്ങളായ ബിജു സോപാനത്തിനും SP ശ്രീകുമാറിനും എതിരെ ലൈംഗിക പീഡന പരാതി കൊടുത്തു എന്നത് വലിയ വാർത്തയായ സംഭവം തന്നെയാണ്. ആരാണ് ആ നടിയെന്ന് ഇതുവരെയും ആർക്കും അറിയില്ല. എന്നാൽ ഇപ്പോൾ ഉപ്പുമുളകിലെ ഈ താരങ്ങളെയെല്ലാം മാറ്റുകയാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഉപ്പുമുളകിലെ പ്രധാന താരങ്ങളായ ബിജു സോപാനവും SP ശ്രീകുമാറും മാറുകയാണ്. പകരം ബിജു സോപാനത്തിന് പകരം എത്തുന്നത് ജയകുമാർ പരമേശ്വരനാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അനൂപ് ശിവസേനനാണ് ശ്രീകുമാറിന് പകരം എത്തുന്നത്. സ്ഥിരീകരിക്കാത്ത വാർത്തയാണ് പുറത്തു വരുന്നത്. ഇവർ ആണ് ഇപ്പോൾ അഭിനയത്തിലേക്ക് ഉപ്പുമുളകിലേക്ക് എത്തുന്ന പുതിയ താരങ്ങൾ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. എന്നാൽ ഇവരെ എങ്ങനെയായിരിക്കും പ്രേക്ഷകർ മുന്നോട്ടെടുക്കുക? ബാലുവായിട്ടും എങ്ങനെ SP ശ്രീകുമാറിനെ മറ്റൊരു കഥാപാത്രമായി നമ്മൾ എങ്ങനെ കാണും? ഈ പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ ഉപ്പുമുളകിനോട് ഒരു മുഖം തിരിവുണ്ട്. കാരണം ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായി. ഉപ്പുമുളകിന്റെ ഒരു ഫസ്റ്റ് സീസൺ അവസാനിച്ച് രണ്ടാമത്തെ സീസണിൽ നിരവധി ക്യാരക്ടേഴ്സ് ഒക്കെ വന്നപ്പോൾ തന്നെ ആരാധകർക്ക് ഒരു വലിയ താല്പര്യമില്ലായ്ക ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ബിജു സോപാനത്തിന് പകരം മറ്റൊരു നടനെ ബാലുവായി കാണാൻ പ്രേക്ഷകർക്ക് ഇഷ്ടമുണ്ടാകുമോ എന്ന കാര്യത്തിൽ വലിയ സംശയം തന്നെ ഇപ്പോഴും ഉണ്ട്. കാരണം ഇത്രയേറെ വർഷങ്ങളായി, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ഉപ്പുമുളകിലെ പാറുക്കുട്ടിയൊക്കെ ഇപ്പോൾ ഇച്ചിരി വലിയ കുട്ടിയായി. ആ ഒരു സീസൺ തൊട്ട് ഒരു വർഷങ്ങളായി കാണുന്ന ഒരു പരമ്പരയാണ് ഇത്. അതിലെ കുട്ടികളെല്ലാം വലുതായി. ജൂഹി ആണെങ്കിലും ശിവാനി ആണെങ്കിലും മുടിയനാണെങ്കിലും അങ്ങനെ എല്ലാവരും. മുടിയന്റെ ഇഷ്യൂ ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. മുടിയനെ സീരിയലിൽ നിന്നും ഒന്നും പറയാതെ മാറ്റിയതിനെ കുറിച്ചൊക്കെ. അങ്ങനെ ഉപ്പുമുളകിനോടുള്ള ഇഷ്ടം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ആർട്ടിസ്റ്റിനെയൊക്കെ മാറ്റുന്നു എന്നറിയുന്നത്. ഏത് നിന്നാലും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കും എന്നുള്ളതല്ലാതെ പ്രത്യേക ഒരു ക്യാരക്ടർ ആദ്യം തന്നെ കിട്ടണം ഒന്നും വേണ്ട. ഞാൻ വില്ലൻ വേഷവും ചില ഇതിനൊക്കെ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്. കൃത്യം എന്ന് പറഞ്ഞാൽ പേര്. വില്ലൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഹാസ്യം ചെയ്യാൻ പാടാ. കാരണം പാടുന്ന മീൻസ് അതല്ല, കറക്റ്റ് ടൈമിങ് കറക്റ്റ് ആയിരിക്കണം. ഒരാളെ ചിരിപ്പിക്കണ വലിയ പാടാ. നമ്മളെല്ലാം മസിൽ പിടിച്ചിരിക്കുന്ന ആൾക്കാരാണ്, പ്രത്യേകിച്ചും മലയാളികൾ. ഭയങ്കരമായിട്ട് ചിരിക്കരുത്, ചിരിച്ചാൽ പ്രശ്നമാണ്. ഞാൻ ഉപ്പുമുളക് പറയുന്നുണ്ട്, വലിയ മാന്യന്മാരായിട്ടുള്ള ആൾക്കാർ സങ്കടം, തീരെ സങ്കടം വന്നെങ്കിൽ വാവിട്ട് കരയരുത്. ജസ്റ്റ് അഥവാ ചിരിക്കണമെങ്കിൽ ജസ്റ്റ് ഇത്രേ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മൾ എന്തോ അത് ചെയ്ത പോലെയാണ്. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. ഈ കുട്ടികൾ ചിരിച്ചത് കൊണ്ടാണ് ഈ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസ് ഒക്കെ, ഏത് സിനിമ എടുത്തോളൂ, കുട്ടികൾ മനസ്സ് തുറന്ന് ചിരിക്കുകയും. ഇപ്പം ഏറ്റവും കൂടുതൽ പേടിയുള്ള സിനിമകൾ കാണുന്ന ആരാ? കുട്ടികളാണ് അല്ലേ? അനബെല്ല, മറ്റൊന്നും എന്തൊക്കെ പേര് എന്നെ അറിഞ്ഞോണ്ട് എനിക്ക് അനബെല്ല ഒക്കെ കാണുന്ന ആൾക്കാരാരാ? കുട്ടികളാണ് സ്വയം സ്വീകരിക്കാൻ. അവരുടെ ഒന്നുമില്ല, അവരെങ്ങനെ ഞാനിങ്ങനെ പഴയ ബോൺസ്റ്റർ ഡ്രാക്കുളയൊക്കെ കണ്ടിട്ടുണ്ട്. അനബെല്ല എനിക്ക് പേടിയൊന്നുമില്ല. പണ്ട് രാജമാണിക്യം എന്ന് പറഞ്ഞ സിനിമയിൽ ചേട്ടൻ അഭിനയിച്ചു. അയ്യോ, പിന്നീട് ആൾക്കാർ ഇപ്പോഴാണ് കണ്ടതായിട്ട്. അതാണ് നമ്മൾ ചെയ്തിരുന്നത്, എപ്പോഴെങ്കിലും അറിയും. അത് നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഡയറക്ടർ ഭോവൻ ചേട്ടൻ. അപ്പം ഭോവൻ ചേട്ടൻ ഞാൻ പറയും, ചേട്ടാ നാടകത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഏത് സെറ്റിൽ പോയി നമ്മൾ ചാൻസ് ചോദിച്ചാലും കാവല സാറ് പുറത്താകും. കാരണം സാറ് പറയുന്നത്, നിങ്ങൾ ഇവിടെ നിന്ന് നാടകം പഠിക്കുക, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഡയറക്ടേഴ്സ് കണ്ട് നിങ്ങളെ വിളിക്കും, അപ്പോൾ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടും. അപ്പം നിങ്ങളെയോ തിയേറ്ററിനോ അറിയുന്ന ആൾക്കാരെ മാത്രമേ നിങ്ങളെ വിളിക്കത്തുള്ളൂ, അല്ലാതെ ആൾക്കാർ നിങ്ങളെ വിളിക്കത്തില്ല.
നമുക്ക് വലിയൊരു ഷോസ് ഒന്നും വലുതായിട്ടൊന്നും ഇല്ലല്ലോ. അല്ല ഫെസ്റ്റിവൽ വരുമ്പോൾ നാടകങ്ങൾ കുറച്ചേ ഉള്ളൂ. ഈ നാടകം കാണാൻ വരുന്ന ആൾക്കാർ തന്നെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പം അതിൽ നിന്ന് കണ്ട് അങ്ങനെ ഇപ്പം ഞാൻ വിചാരിക്കും ഇതങ്ങനെ എന്നെ കണ്ട് അങ്ങനെ വിളിക്കും, നമുക്ക് ആരും അറിയത്തില്ല. അതുകൊണ്ട് കിട്ടിയ ചാൻസ് വെച്ച് സാറ് പോലും അറിയാതെ ഏതെങ്കിലും സെറ്റിൽ പോയി ചാൻസുകൾ ചോദിക്കുന്ന സ്വഭാവം പണ്ടുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ, നമ്മളെ ഒന്ന് വിളിച്ചോണ്ട് പോകാൻ നമ്മളെ ഇങ്ങനെയൊന്നുമില്ല. പണ്ട് കാലത്ത് ഗോപിച്ചേട്ടനെയും വേണിച്ചേട്ടനെയും വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാടകങ്ങളിൽ തന്നെ അറിയുന്ന സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കറിയാം ആ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. പിന്നീട് അത് കാലം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ വന്നപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊന്നും അവിടെ ഇല്ല. അല്ലെങ്കിൽ നമ്മൾ നാടകം കാണുന്ന വലിയ ഡയറക്ടേഴ്സൊന്നും ഇല്ലായിരുന്നു. മലയാളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന് അറിയില്ല. അങ്ങനെ എങ്കിൽ നമ്മളവിടെ നിന്ന് വിളിക്കുമായിരുന്നു. തീരെ തെറ്റില്ലാത്ത ആൾക്കാരാണല്ലോ അവിടെ ഉള്ളത്, അല്ലെങ്കിൽ സാർ അവിടെ നിർത്തത്തില്ലല്ലോ. ഇത്രയും വർഷം അവിടെ നിൽക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടാതെ ഞങ്ങൾ ചാൻസ് ചോദിച്ചു ഇതൊക്കെ ഇറങ്ങി. അങ്ങനെ ബോബൻ ചേട്ടനെ പരിചയപ്പെട്ടപ്പോഴും പുള്ളി പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നീ പിറ്റേന്ന് തന്നെ പൊള്ളാച്ചി എവിടെയാണോ ഷൂട്ട് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് വൈകി ചെന്നപ്പോൾ എൻ്റെ ഒരു വേഷം വേറെ ആൾ ചെയ്തു, സന്തോഷ് ചെയ്തു. പുള്ളി ഇന്ന് മരിച്ചുപോയി, സന്തോഷ് പോയില്ലേ, മരിച്ചുപോയ പുള്ളി ചെയ്തു. പുള്ളിയാണ് ഈ ഷൂട്ട് ചെയ്യുന്ന സംഭവം. അപ്പോൾ ഞാനാണ് ഇയാളെ കൊണ്ടുപോകുന്നത്. കണ്ടറിയാം ഇപ്പോൾ കാരണത്ത് കയറ്റിങ്ങനെ അയ്യാ ഒഴുക അപ്പത്തങ്ക അയ്യാ മണ്ടയിൽ ഉടച്ച് മണ്ട ഉടഞ്ചാച്ച് ഏതാவது ആശുപത്രി കൊണ്ടുപോയാൽ എന്നൊക്കെ പറഞ്ഞ തമിഴ് ഡയലോഗ് അതങ്ങ് കാണാൻ ഞാൻ പഠിച്ചു. അപ്പോൾ അവന് ഡയലോഗില്ല, അത് സന്തോഷിന്, എനിക്ക് ഡയലോഗ് ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു രക്ഷപ്പെട്ട് താമസിച്ചൊന്ന് രക്ഷപ്പെട്ട് ഡയലോഗ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡയലോഗ് പറഞ്ഞപ്പോൾ ഡയറക്ടർ പറഞ്ഞു, സന്തോഷം നിൽക്കി ബിജുവിന് തീർന്നു, സന്തോഷം നിൽക്കി നാളെ സന്തോഷം മമ്മൂക്കയുടെ കോമ്പിനേഷനാണ് പറഞ്ഞു. അതോടെ അവൻ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് കഥയുണ്ട്. രാജമാണിക്യം ഞാൻ കാണാൻ പോയപ്പം വീട്ടുകാരൊക്കെ വിളിച്ചോണ്ട് പോയി. അപ്പോൾ അവർ പെട്ടെന്ന് മിന്നി പോയി. അവിടെ ഇതിനാണ് നീ ഇത്രയും എന്നെ വിളിച്ചോണ്ട് ഭയങ്കര വിഷമമൊക്കെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ പറയും നമ്മുടെ സമയം വരും എന്ന് പറഞ്ഞു. പിന്നെ മമ്മൂക്കയൊക്കെ പരിചയപ്പെട്ട ഈ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ 18-ാം പടിയിൽ മമ്മൂക്കയോട്ട് അഭിനയിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ടായി.